യൂട്ടറൈൻ ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് ലോക്കിയ അഥവാ പോസ്റ്റ്പാർട്ടം വജൈനൽ ഡിസ്ചാർജ്. അപ്പോൾ ഈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ബ്ലഡും മ്യൂക്കസ് മെംബ്രെയിനും അതുപോലെ യൂട്രൈൻ ടിഷ്യൂസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിട്ടാണ് പുറത്ത് വരിക. ഡെലിവറിക്ക് ശേഷമുള്ള ബ്ലീഡിങ് എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട്. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ചില ആൾക്കാർ കണ്ടിട്ട് പാനിക് ആവും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം അത് വളരെ ബ്രൈറ്റ് റെഡ് കളറിൽ തിക്കായിട്ടുള്ള ഫ്ലൂയിഡായിട്ടാണ് കാണാം. ഗ്രാജുവലി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്കിഷ് ബ്രൗൺ കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്യും. പിന്നെയും പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് യെല്ലോയിഷ് വൈറ്റ് കളറിലേക്ക് അത് മാറും. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു പാഡ്, അതായത് നമ്മൾ മെൻസ്ട്രേഷനിൽ ഉപയോഗിക്കുന്ന ഒരു പാഡൊക്കെ നിറയുന്ന രീതിയിലുള്ള എമൗണ്ടിലാണ് ബ്ലീഡിങ് ഉണ്ടാവുക. പക്ഷേ ഇഫ് അത് കൂടുതലായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 2 പാഡോ അതിലധികമൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻ ആണ്. മേ ബി നമ്മളൊരു ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ അതിലുണ്ടാവും. ഈ ഒരു ബ്ലീഡിങ് എന്ന് പറയുന്നത് കുറച്ച് വീക്സ് എടുത്തിട്ട് മാത്രമാണ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുക. ഇതിൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ എമൗണ്ട് ഓഫ് ബ്ലീഡിങ് ധാരാളമായിട്ട് കൂടുന്നുണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ളൊരു ബ്ലീഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ഫൗൾ സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒന്നൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടും നമ്മുടെ യൂട്രസ് പഴയ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലക്ഷണം മാത്രമാണ്.